നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ചിത്രം, പ്രത്യേകിച്ച് മലയാളികൾക്ക് യാതൊരുവിധ ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ലാത്തൊരു ചിത്രം. എവിടെ തുടങ്ങുന്നോ എവിടെ അവസാനിക്കുന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ആ സിനിമ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതോടൊപ്പം ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ റിലീസ് ആവുന്ന സിനിമയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമയിൽ നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയിൽ നല്ല സിനിമയുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നേരെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം, മൂവീസ് അറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ബ്ലസ്സിയുടെ സംവിധാന മികവിലും അതോടൊപ്പം പൃഥ്വിരാജിന്റെ അഭിനയ മികവിലും തീർച്ചയായിട്ടും അത് എടുത്തു തന്നെ പറയണം, പുറത്തു വന്ന മലയാള സിനിമ ആടുജീവിതം. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ്. അത് പിന്നെ നോവല് പിന്നെ ഇപ്പോൾ സിനിമയായി. അതുകൊണ്ട് കഥയും കാര്യങ്ങളും ഒക്കെ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട്, അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അപ്പോ ഇത് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത്, നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്തത്, അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കുള്ളിലുണ്ട്. പക്ഷേ ഒരു ചെറിയ പക്ഷേ അവിടെയും ഉണ്ട്. അതെന്താണ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. അതിന് മുന്നേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതൊന്ന് നോക്കിയ ശേഷം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മൊത്തം സിനിമ തന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, പെർഫോമൻസ്. പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെയൊക്കെ കാര്യം ഞാൻ മലയാളികളോട് പറയേണ്ടതില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഏത് രീതിയിൽ ഒരു റോള് കൊടുത്താൽ ആ റോള് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ചിത്രത്തിൽ വരുമ്പോഴും അദ്ദേഹം മൊത്തത്തില് ഫിസിക്കലി ആയാലും മൊത്തത്തിൽ ആ ഒരു ക്യാരക്ടറായി അദ്ദേഹം, അത് നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും. അതുപോലെ തന്നെ ഒരു ചെറിയ സീൻ സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പോൾ ഒരു തടാകം, അതായത് മരുഭൂമിയിൽ തളർന്നു വരുന്ന അവർക്ക് മുന്നിൽ ഒരു തടാകം കാണുന്നു, അവിടേക്ക് വരുന്നു, അവിടെ ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ട്. ശേഷം അദ്ദേഹത്തിന്റെ ഒരു പറച്ചിലുണ്ട്, അതായത് ഒരു സംഭാഷണമുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ട് അതിനെന്നുള്ളത്. കാരണം നമുക്കറിയാം, മരുഭൂമിയിൽ തളർന്നു വരുന്ന ഒരാൾ ഒരിക്കലും നോർമലായിട്ട് സംസാരിക്കില്ല. ആ ഒരു പതറിച്ച, ആ ഒരു ഇടറിച്ച, അതുപോലും ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇനി രണ്ടാമത് ഓവറോൾ ചിത്രത്തിന്റെ മ്യൂസിക് ആയാലും സൗണ്ട് ഡിസൈനിങ് ആയാലും എല്ലാം നല്ലപോലെ തന്നെ വന്നു. AR റഹ്മാൻ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അത് ഒക്കെ നീറ്റായിട്ട് തന്നെ സൂപ്പറായിട്ട് തന്നെ ചിത്രത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റഫുൽ പൂക്കുട്ടി അദ്ദേഹത്തിന്റെ സൗണ്ട് ഡിസൈനിങ് ആയാലും അതും നല്ല രീതിയിൽ തന്നെ വന്നു. പിന്നെ ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നോക്കുവാണെങ്കിൽ അത്ര ഗംഭീരം എന്ന് പറയാനില്ലെങ്കിലും നീറ്റായിട്ട് തന്നെ, ഡീസന്റ് ആയിട്ട് തന്നെ, ഓവറായിട്ട് പുഷ് ചെയ്യാതെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോയി, അല്ലെങ്കിൽ നീറ്റായിട്ട് തന്നെ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇനി 3, സുനിൽ KS അദ്ദേഹമാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വർക്കും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു മരുഭൂമിയുടെ ആ ഒരു തീവ്രത അല്ലെങ്കിൽ ആ ഒരു ഭീകരത അത് നമ്മളിലോട്ട് അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആംഗിളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം നമ്മളിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പക്ഷേ രണ്ടാം പകുതിയിലോട്ടൊക്കെ ചിത്രം വന്നു കഴിഞ്ഞപ്പോൾ, അതായത് കുറച്ചങ്ങ് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ ഇങ്ങനെ മനസ്സിൽ വന്നു, തീരാറായോ, അതോ അല്പം കൂടി ഉള്ളോ, ആ ഒരു ചിന്ത മൈൻഡിൽ വന്നു എന്നുള്ളതാണ്. അതിന് കാരണം കുറച്ചുകൂടി അവർക്ക് ലെങ്ത് കുറച്ചൊന്ന് ക്രിസ്പാക്കാമായിരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരുമ്പോൾ അതായത് കഥാനായകൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വിട്ടു വന്നിട്ട് കുറെ നാളായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി ടെൻഷൻ ആകുന്നുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണെന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെയോ നായകന്റെ അവസ്ഥ മാത്രം, അതായത് കുറെ നായകന്റെ അവസ്ഥ കാണിച്ചു, അതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ക്രിസ്പ് ആക്കാമായിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. ഒരു ലെങ്ത് അല്പം കുറച്ചുകൂടി ഒന്ന് ക്രിസ്പ് ആക്കാമായിരുന്നു. ഇപ്പൊ നോക്കുവാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി, അത് ഇതുപോലെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. പക്ഷെ മേക്കിങ്ങില് അവരതൊക്കെ വെട്ടി വേറെ ലെവലിൽ എത്തിച്ചു ചിത്രം. ഇതിൽ വരുമ്പോഴും അതിനേക്കാൾ സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു സ്റ്റോറിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു, ഈ ഒരു കഥ. അപ്പൊ അതിലും കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ക്രിസ്പാക്കി കൊണ്ടുവരാമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. അത് ഒരു അല്പം ലെങ്ത് കൂടി പോയി എന്നുള്ളതൊരു ഫീൽ എനിക്ക് വന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെ ചിത്രം തന്നു. പേഴ്സണലി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെ. അതും തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. മൊത്തത്തിൽ ആ ഒരു സൗണ്ട്, ആ ഒരു വിഷ്വലി, ആ ഒരു ക്വാളിറ്റി, അതായത് മൊത്തം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, പെർഫോമൻസ് വൈസും. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം, എങ്കിലേ ആ ഒരു മൊത്തത്തിൽ നമ്മളിലോട്ട് എത്തത്തുള്ളൂ. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. ഒരു വമ്പൻ എക്സ്പീരിയൻസ് തരും എന്നല്ല ഞാൻ പറയുന്നത്,
ഒരു ബെറ്റർ എക്സ്പീരിയൻസ് സിനിമ തരാതിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ചിത്രം കാണുക. നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. ഇതുപോലെ റിലീഫ് ആവുന്ന സിനിമയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിൽ നല്ല സിനിമകളുടെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും നന്ദി.